കിടക്കുന്നില്ലേ? ഉറക്കം വരുന്നില്ല. മനസ്സിന് തീരെ സുഖമില്ല ജമാലെ. എന്തോ ആപത്ത് വരാൻ പോകുന്ന പോലെ. എന്ത് ആപത്ത് വരാനാ? ഇന്നലത്തെ മഴയ്ക്ക് മുളച്ച ചെറുക്കന്മാർ വിചാരിച്ച മാധവേട്ടന് എന്ത് ചെയ്യാൻ കഴിയും? അങ്ങ് ഇന്ന് ഒറ്റയ്ക്കല്ലല്ലോ, ഈ ചന്ദ്രഗിരി മൊത്തം അങ്ങയ്ക്കൊപ്പമില്ലേ? പിന്നെ അച്ചു. അതാണ് എന്റെ ഭയവും. എന്നെയല്ല, അവനെയാണ് അവർക്ക് നോട്ടം. ചക്രവ്യൂഹം ഭേദിച്ച അഭിമന്യു. പനക്കൽ പിതാവ് ഒരിക്കൽ അവനെ അങ്ങനെ വിശേഷിപ്പിച്ചു. പക്ഷേ ചക്രവ്യൂഹം ഭേദിക്കാനേ അഭിമന്യുവിന് കഴിഞ്ഞുള്ളൂ. പുറത്തു കിടക്കാൻ പറ്റിയില്ല. മോളെ, ശാരദയോട് പറയണം, പരദേവതാ ക്ഷേത്രത്തിൽ പ്രത്യേകം പൂജ നടത്തണം അച്ചുവിന്റെ പേരില്. പിന്നെ മൃത്യുഞ്ജയ ഹോമം ഗുരുവായൂർക്കും കൊടുത്തുവിടണം വഴിപാട് തുക. വിഘ്നങ്ങൾ തീർക്കാൻ ഒരു ബാണാസുര യുദ്ധം. നിർമ്മല ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ അവര് നോക്കിയേനെ. യോഗം അല്ലാതെന്താ. നമസ്കാരം. നമസ്കാരം. 11 ദിവസത്തെ ആത്മനവീകരണ ധ്യാനമായിരുന്നു. അതാ വിവരങ്ങൾ അറിഞ്ഞിട്ട് ഓടിയെത്താൻ പറ്റാതിരുന്നത്. എവിടെ അവൻ? അച്ചു. നമസ്കാരം തിരുമേനി. യു ഹാവ് ഡൺ വെൽ. നീയാണ് മകൻ, ഉത്തമനായ പുത്രൻ. ഒരു എണ്ണത്തടിക്കുന്നവന് മറുകരണവും കാണിച്ചു കൊടുത്ത് അവൻ അവിടെ അടിച്ചിട്ടു പോകും. അതാ കാലം. ഒരനീതി കണ്ട വൈകുന്നേരത്തിനകം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കണം. അല്ലെങ്കിൽ ആ നഗരം കത്തിച്ചാമ്പലാകുന്നതാണ് നല്ലത് എന്നുപദേശിച്ച വിപ്ലവാചാര്യന്മാരുടെ കൂടെയാണ് നമ്മൾ ഇനി നിൽക്കേണ്ടത്. അന്നപൂർണയുടെ ആലയിൽ കത്തി കാച്ചാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ മൂർച്ചയുള്ള ആയുധം നമ്മൾ സംഭരിക്കണം. ഹിംസയുടെ മുമ്പിൽ തൊഴുതു നിൽക്കുന്നതല്ല, ഹിംസിച്ചില്ലാതാക്കുന്നതാണ് അഹിംസ. അതാണ് ധർമ്മം. ഈ വൃദ്ധൻ ഇനി എത്ര കാലം ഉണ്ടാവുമെന്നറിയില്ല. എന്റെ കണ്ണടയുന്നതിന് മുമ്പ് അശുഭമായതൊന്നും ഇവിടെ നടക്കരുത്. പരാജയപ്പെട്ടവന്റെ കൂടെയല്ല, വിജയിക്കുന്നതിന്റെ കൂടെയാണ് ലോകം. നീ വിജയിക്കുന്നതിനായി തീരണം. അച്ഛനു വേണ്ടി, ഈ ചന്ദ്രഗിരിക്ക് വേണ്ടി എന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. ചന്ദ്രഗിരിയെ കുറിച്ച് പറയുമ്പോ 100 നാവാ നന്ദയ്ക്ക്. അപ്പോഴൊക്കെ വിചാരിക്കും ഒന്ന് വന്നിട്ട് പോണോന്ന്. ഇപ്പോഴാ ഒന്ന് സമയം കിട്ടിയത്. സമയത്തെ കുറിച്ച് അച്ഛനേക്കാൾ തിരക്കുള്ള ആളോട് തന്നെ പറയണം. അറിയാം, എന്നാലും ഒരു ഫോർമാലിറ്റിക്ക്. ഈ കുട്ടി അമ്മേ, ലച്ചു, ഞാൻ പറഞ്ഞിട്ടില്ലേ? ചായ വേണ്ട. ഈ ധനുവില് നന്ദയ്ക്ക് 21 വയസ്സ് തികയും. എന്ന് വെച്ചാ സെറ്റിൽ ആവാനുള്ള പ്രായം. ഇത്തവണ വീട്ടിൽ വന്നപ്പോ ഞങ്ങൾ അത് അവളോട് ഡിസ്കസ് ചെയ്തു. അവള് പറഞ്ഞ മറുപടിയാണ് ഇപ്പൊ ഞങ്ങളെ ഇവിടെ എത്തിക്കാൻ കാരണം. നന്ദയ്ക്ക് ഇഷ്ടം അച്ഛനെയാണ്. അച്ഛന് നന്ദയെയും. മോളെ, എന്താ? മുഖം കഴുകിയാൽ മനസ്സിലെ സങ്കടം ഇല്ലാതാകുമായിരുന്നെങ്കിൽ എത്ര എളുപ്പമായിരുന്നു മോളെ. എനിക്കൊരു സങ്കടമില്ലേ ഷാരടി മാമ? എന്തിനാ ഞാൻ സങ്കടപ്പെടണേ? ഞാനിത് നേരത്തെ പ്രതീക്ഷിച്ചതാ. അല്ലെങ്കിലും ആ കുട്ടി തന്നെയാ അച്ഛനെ ചേരുക. നല്ല പഠിപ്പുണ്ട്, പരിഷ്കാരമുണ്ട്. എനിക്കെന്താ ഉള്ളത്? മോളെ, ഞങ്ങള് വെറുതെ അടുക്കള കാര്യങ്ങള്
ഊണിന് അവരും കാണും ഇല്ലേ അച്ഛാ? ഹും. എനിക്ക് നിന്നോട് സംസാരിക്കണം. വാ. ദാസേട്ടൻ. ദാസേട്ടാ. അപ്പൊ നീ എന്നെ മറന്നിട്ടില്ല. ഞാൻ കരുതിയത് നീ കോലോത്തെ തമ്പുരാട്ടിയെ കഴിഞ്ഞപ്പോ പഴയതൊക്കെ അടുപ്പിലിട്ട് ചുട്ടുകരിച്ചു. ദാസേട്ടൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എനിക്ക് മാധവേട്ടനൊന്ന് കാണണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അയ്യോ മാധവേട്ടൻ, നമസ്കാരം മാധവേട്ട, എന്റെ പൊന്നു മാധവേട്ട. എല്ലാരും ഉണ്ടല്ലോ. ലച്ചുവിന്റെ വകയിലൊരു ബന്ധുവാ. എല്ലാവർക്കും നമസ്കാരം. കേട്ടോ മാധവേട്ട, കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല, ഭക്ഷണം കഴിക്കാനും പറ്റുന്നില്ല. ചങ്ക് പൊട്ടി മരിച്ചു പോകുന്നു തോന്നിയപ്പോഴാണ് രണ്ടും കൽപ്പിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. വാക്കിന് പ്രാണനേക്കാൾ വില കൽപ്പിക്കുന്ന ആളല്ലേ താൻ. എന്നിട്ട് ഇവളെ ചതിച്ചു അല്ലടോ. നീ മിണ്ടരുത്, അയാള് പറയട്ടെ. മഹാനായ ചന്ദ്രഗിരി മാധവൻ കള്ളു കുടിച്ചോ തോന്നി ദിവസം പറഞ്ഞോണ്ടല്ലോ. വേണ്ട. എല്ലാരും കേൾക്കണം. വർഷങ്ങൾക്ക് മുൻപ് നിലമ്പൂർ എസ്റ്റേറ്റിനുള്ളിൽ വെച്ച് മാധവേട്ടനെതിരെ ഒരു വധശ്രമം ഉണ്ടായി. രാമദത്തൻ ഉണ്ണി എന്ന മാധവേട്ടന്റെ ശത്രു ഏർപ്പാടാക്കി ഉടുപ്പിക്കാരൻ സദാനന്ദ ബാലിക. അവന്റെ തോക്കിൽ നിന്ന് വന്ന വെടിയുണ്ട മാധവേട്ടന്റെ ജീവനം കൊണ്ടങ്ങ് പറഞ്ഞാന്. ഈ നിൽക്കുന്ന ലക്ഷ്മിയുടെ അച്ഛൻ അത് സ്വന്തം നെഞ്ചത്തേറ്റ് വാങ്ങിയില്ലായിരുന്നെങ്കില് അന്ന് മാധവേട്ടന്റെ മടിയിൽ കിടന്ന് മരണത്തെ മുഖാമുഖം കാണുമ്പോ ഗംഗാധരൻ എന്ന ഇവളുടെ അച്ഛൻ ഒരു കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ, മകളുടെ ഭാവി. അതുകൊണ്ടാവണം ഗംഗാധരന് മുന്നിൽ മാധവേട്ടൻ ഉദാരവാനായത്. മറ്റാർക്കും നൽകാത്ത ഉറപ്പ് കണ്ണടയുന്നതിന് മുമ്പ് ഗംഗാധരന് മാധവേട്ടൻ നൽകി. ഗംഗാധരന്റെ മകളെ, ഇവളെ സ്വന്തം മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുമെന്ന്. അതായിരുന്നു വാക്ക്. ഗംഗാധരനോട് മാത്രമല്ല, പിറ്റേന്ന് ചിതയെരിഞ്ഞ് തീരും മുമ്പ് മരിച്ചുപോയ ഇവളുടെ അമ്മയോടും ഞങ്ങൾ ബന്ധുക്കളോടും ആ വാക്ക് ആവർത്തിച്ചു. എന്താണ് ഈ സത്യമല്ലേ ഞാൻ പറഞ്ഞത്? സത്യാണ്. പക്ഷെ അച്ചുവേട്ടനെ വേണ്ടെന്ന് പറഞ്ഞത് ഞാനാ. കൊള്ളാം. ഒരു പാവം പെണ്ണിനെ വർഷങ്ങളോളം പറഞ്ഞു മോഹിപ്പിച്ചിട്ട് ഇപ്പൊ അവളെ കൊണ്ട് എന്നെ തീരുമാനം മാറ്റിക്കുക. നിങ്ങൾ തമ്പുരാമാര് ഇതല്ലേ ഇതിന്റെ അപ്പുറം ചെയ്യും. കണ്ണിച്ചോരയില്ലാത്ത വർഗങ്ങളും. നീ മിടുക്കന്. ദാസപ്പണി ചെയ്ത ഒരാളുടെ മകളെ സ്വന്തം മകന് വേണ്ടി ആലോചിച്ച് അച്ഛന്റെ വിഡ്ഢിത്തം നീ കാണിച്ചില്ല. എന്തിനാണ് ഈ ബാല്യക്കാരിയായിട്ട് ഇനി ഇവിടെ നിൽക്കുന്നത്? എന്റെ കൂടെ വന്നാൽ നിന്നെ നല്ല അന്തസ്സായിട്ട് നോക്കും ഞാൻ. ആ മോഹം വേണ്ട. ഈ വീട് വിട്ട് ഇങ്ങോട്ടും വരില്ലേ ലച്ചു? വേണ്ട, നീ വരണ്ട. ഇവിടെ കിടന്നൊക്കെ നരകിച്ചോ. ഒടുക്കം ഭാര്യയുടെ ചൂട് പോരാന്ന് തോന്നുമ്പോ അടിച്ചേളിക്കാരിയുടെ അടിവയറും തേടി വരും. ഈ ചെറിയ നമ്പുഴാൻ പക്ഷെ വിടാൻ പോണില്ല ദാസൻ. നീ കണ്ടോ? എല്ലാം എന്റെ തെറ്റാണ്. നിന്നോട് ഞാനെല്ലാം തുറന്നു പറയണമായിരുന്നു. പക്ഷെ അച്ചു, നിന്റെ ഇഷ്ടം അത് മറ്റൊന്നാണെന്ന് അറിഞ്ഞപ്പോ ഒന്നും എനിക്ക് പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. മോളെ നന്ദ, ഈ അച്ഛന്റെ ഭാഗത്തുനിന്നും അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീയും എന്നോട് പൊറുക്കണം. അച്ചു, നമ്മൾ പരിചയപ്പെട്ടിട്ട് അധികം നാളായിട്ടില്ല. എന്നേക്കാൾ മുമ്പേ അച്ചുവിനെ സ്വപ്നം കണ്ടു തുടങ്ങിയതാ ലക്ഷ്മി. അങ്ങനെയുള്ള അവളെ വിഷമിപ്പിക്കാൻ എനിക്ക് വയ്യ. ആ ദാസനെ ഇളക്കി പറഞ്ഞു വിട്ടത് അവന്മാരാ, ആ അന്നപൂർണ ഗ്രൂപ്പ്. ഇപ്പോഴും അവൻ അവരുടെ കൂടെ ഉണ്ട്. അവനെ കൊണ്ട് അവരെന്തെങ്കിലും സാഹസം ചെയ്യിക്കുന്നതിന് പൊക്കട്ടെ. വേണ്ട, അതല്ല അതിന്റെ വഴി.
കണ്ണൂരിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാ. മാധവന്റെ അടിയന്തരം കഴിഞ്ഞിട്ടേ ഇനി ഇവര് തിരിച്ചു പോകുള്ളൂ. ഒറ്റയ്ക്കാണല്ലോ വരവ്. എന്താടാ മക്കളെ, മുഖത്തൊരു പരിഭ്രമം? പേടിച്ചു പോയോ? ചങ്കുറപ്പുള്ളവന് ഇതൊരെണ്ണം തന്നെ ധാരാളം. പക്ഷെ അതിനല്ല ഞാൻ വന്നത്. എന്നോടും എന്റെ കുടുംബത്തോടും ഇതുവരെ ചെയ്തത് മുഴുവൻ ദാ ഇവനെ ഇറക്കി ഇപ്പൊ നിങ്ങൾ കാണിച്ച നെറുകേടുകൾ അടക്കം സകലതും മറന്നു പൊറത്തു എന്ന് പറഞ്ഞറിയിക്കാൻ. ആ ഭാർഗവ, മാടമ്പിത്തരത്തിന്റെയോ തൻപ്രമാണിത്വത്തിന്റെയോ പേരിലല്ല നിങ്ങളുടെ അച്ഛനെ ഞാൻ ശിക്ഷിച്ചത്. രാമദത്തനുണ്ണിയെ ഞാനല്ല, അയാൾ എന്നെയാണ് ശത്രുവായി കണ്ടതും നിഗ്രഹിക്കാൻ ഒരുങ്ങിയതും. മംഗലാപുരത്തുകാരൻ വാടക കൊലയാളിയെ മുൻനിർത്തി നിലമ്പൂർ വെച്ച് നടത്തിയ ശ്രമം, ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ആ ചതി അന്നു മാത്രമല്ല പിന്നെ ആവർത്തിച്ചു പല തവണ. ഒടുക്കം ചന്ദ്രഗിരിയിലെ ഗ്രാമവാസികൾ രാമദത്തനുണ്ണിയെ കുടുംബമടക്കം ചുട്ടു ചാമ്പലാക്കും എന്ന സ്ഥിതി വന്നപ്പോഴാ ശിക്ഷിക്കുകയല്ല, ഇളം പ്രായക്കാരായ നിങ്ങളടക്കം രക്ഷിക്കുകയാണ് അന്ന് ആ നാടുകടത്തിലൂടെ ഞാൻ ചെയ്തത്. ഇപ്പോ എല്ലാം അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. രാമദത്തനുണ്ണിയിൽ നിന്ന് നിങ്ങളിലേക്ക്, എന്നിൽ നിന്ന് എന്റെ മകനിലേക്ക്. വെറുപ്പിന്റെ ചോരയോട്ടം വരും തലമുറകളിൽ ഉണ്ടാവാൻ പാടില്ല. എല്ലാം ഇവിടെ വെച്ച് ഇപ്പോ ഈ നിമിഷം തീരണം. അതിനാ ഞാൻ വന്നത്. നേരിട്ടെതിർത്താൽ തോൽക്കുമെന്നായപ്പോ അപേക്ഷയുടെ പുതിയ ഭാഷ. മാധവ, പഞ്ചതന്ത്ര പാഠങ്ങൾ ഞങ്ങളും പഠിച്ചിട്ടുണ്ട് ഒരുപാട്. ഉണ്ണി, പക കൊണ്ട് ആരും ഒന്നും നേടിയിട്ടില്ല, നഷ്ടങ്ങളല്ലാതെ. എന്റെ വഴികളിൽ ഇനി രക്തം കലരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, സന്ധി ചെയ്യാം. വ്യവസ്ഥകൾ നിങ്ങൾക്ക് തീരുമാനിക്കാം, ഞാൻ അനുസരിക്കും. കൊള്ളാം. മകനെ രക്ഷിക്കാൻ സ്നേഹനിധിയായ അച്ഛൻ കണ്ടുപിടിച്ച സൂത്രം കൊള്ളാം. സന്ധി. നിനക്ക് ബുദ്ധിയുണ്ട്, പക്ഷേ ആ വഴിയിലൂടെ നിന്റെ കൈപിടിച്ച് നടക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല, തയ്യാറല്ല. നീ പറയുന്ന ഒരു യോജിപ്പിനും. ഞങ്ങളുടെ അച്ഛനെ നാട് കടത്തി ഒറ്റയ്ക്ക് നീ നേടിയ സകലതും തിരിച്ചു പിടിക്കാനാ മാധവ ഞങ്ങൾ വന്നത്. ഇത്രയും കാലം നഷ്ടപ്പെട്ടതിനും അനുഭവിച്ചതിനും പകരം നീ ഏറ്റുവാങ്ങിയേ പറ്റൂ. ശിക്ഷിച്ചിരിക്കും നിന്നെയും നിന്റെ മകനെയും ഞങ്ങൾ. എന്നിട്ട് ചന്ദ്രഗിരി കോവിലകം ഇടിച്ച് നിരത്തും. ദൈവം കൈവിട്ടവരെ രക്ഷിക്കാൻ മനുഷ്യർക്ക് സാധ്യമല്ലെന്ന് ഇപ്പോ എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് വേണ്ടേ വേണ്ട, തല്ലി തന്നെ തീർക്കാം. സമയവും സ്ഥലവും കുറിച്ച് ഒരാളെ പറഞ്ഞു വിട്ടാൽ മതി, മാധവൻ തയ്യാർ. പക്ഷെ അവസാന അംഗത്തിന് വരുമ്പോ ഓർമ്മയിൽ ഉണ്ടാവണം സർവനാശത്തിന്റെ കഥകൾ. അവസാനിപ്പിക്കുമല്ല. മാധവ, നീയല്ല മരണത്തിന്റെ സൂക്ഷിപ്പുകാരൻ. വീഴുന്നത് ആരാണെന്ന് നമുക്ക് കാണാം. ക്ഷത്രിയന് യുദ്ധം ധർമ്മമാണ്. അതുകൊണ്ട് പേടിയില്ല. ചാവാനും കൊല്ലാനും.